മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ആരാ പറഞ്ഞത്? യേശു കർത്താവാണ് പറഞ്ഞത്. അതുകൊണ്ട് ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കരുത്. പ്രാർത്ഥിക്കാൻ പോകുന്നവനെ, ഒരു വിശ്വാസിയെ അവന്റെ വീട്ടുകാർ വെറുക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ കർത്താവിനേക്കാൾ അധികം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിക്കാൻ സാധ്യതയുണ്ട്. വീട്ടുകാരോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട്, അവരോടുള്ള ആ വൈകാരിക ബന്ധം കൊണ്ട് നിങ്ങൾ ദൈവവേലയിൽ കുറവ് വരുത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി റിസ്ക് എടുക്കാതെ ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരാളായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യന്റെ വീട്ടുകാർ അവന്റെ ശത്രുക്കളാകും. എന്താ പോംവഴി? പോംവഴി ഇതാണ്: തൻ്റെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിച്ച് യോഗ്യത നേടുക. നിക്കോദോമോസ് യേശുവിൻ്റെ അടുക്ക വന്നു. അദ്ദേഹം പ്രായമായ മനുഷ്യനാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, രാത്രിയിൽ വന്ന മനുഷ്യനോട് അവൻ്റെ നിയോഗത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്ലാനിനെ കുറിച്ച് അദ്ദേഹത്തോട് ആത്മീയമായ രീതിയിൽ സംസാരിച്ചു. യേശു കർത്താവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ അരിമത്തിയിലെ ജോസഫ് എന്ന മന്ത്രിയോടുകൂടെ ഈ മനുഷ്യനും പകൽ വെളിച്ചത്തിൽ വെളിപ്പെട്ടു. ഇവർ രണ്ടുപേരും രഹസ്യ ശിഷ്യന്മാരായിരുന്നു. കണ്ടോ, അവർ ധൈര്യത്തോടെ വെളിപ്പെട്ടു. അവരവരുടെ ക്രൂശ് എടുത്തു യേശുവിനെ അനുഗമിച്ചു. ഇതുപോലെ നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അതിന് ബലം തരും. ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ, ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കും.